ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. തീവ്രവാദത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി രാജ്യം. ഭീകരവാദത്തിനെതിരെ കേന്ദ്രം നടപടികൾ ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ സംബന്ധിച്ച് പാകിസ്ഥാന് ഔദ്യോഗിക അറിയിപ്പ് നൽകി ഇന്ത്യ. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമമേഖലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ് പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ. പ്രശ്നം സമാധാനമായി പരിഹരിക്കണമെന്നും UN. ഭീകരാക്രമണത്തിൽ മരിച്ച ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, P. രാജീവ് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വത്തിക്കാനിലെത്തും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പിന്തുണ അറിയിച്ചത്. പാകിസ്ഥാനെതിരെ ക്യാബിനറ്റ് കമ്മിറ്റി സ്വീകരിച്ച നടപടികൾക്കും എല്ലാവരും പിന്തുണ അറിയിച്ചു. ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് സർക്കാർ കൂടുതൽ കർശനമായ നടപടി സ്വീകരിക്കാൻ ഇടയുള്ളതായും അദ്ദേഹം പറഞ്ഞു. सारे पॉलिटिकल पार्टी सरकार के साथ खड़ा है और सब पार्टी के नेताओं ने एक ही आवाज में कहा है कि सरकार जो भी कदम उठाएगा साथ देंगे। और मैं मानता हूं कि आज के इस महत्वपूर्ण ऑल पार्टी बैठक में जो हमने स्पिरिट अडॉप्ट किया है कि एकजुट होकर के लड़ाई लड़ेंगे आतंकवाद के खिलाफ, वो आगे भी जारी रहेगा. പഹൽഗാം ഭീകരാക്രമണത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അപലപിക്കുന്നുവെന്നും ഏത് നടപടി സ്വീകരിക്കുന്നതിനും പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ഭീകരാക്രമണത്തെ എല്ലാ പാർട്ടികളും അപലപിച്ചതായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. और दूसरी चीज हमने ये कहा कि कश्मीर में शांति रखने के लिए वो अच्छा प्रयास करें और उन्होंने ये कहा कि सभी एक्शन ले लें. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നഡ്ഡ തുടങ്ങിയവർക്കൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പങ്കെടുത്തു. ഭീകരതയ്ക്ക് ഇന്ത്യയുടെ ആത്മസത്തയെ തകർക്കാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം സംഭവം രാജ്യത്തിന്റെ ആത്മാവിന് നേർക്കുണ്ടായ കടന്നാക്രമണമാണെന്നും ആക്രമണത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കാൻ രാജ്യം ഒരു മനസ്സോടെ നിലകൊള്ളുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിക്കും. മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കരസേനാ മേധാവി അവലോകനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. അതേസമയം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ലഷ്കർ ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ആകെ 60 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പ് നൽകി ഇന്ത്യ. ഇത് സംബന്ധിച്ച് ജലശക്തി മന്ത്രാലയം സെക്രട്ടറി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറിക്ക് കത്തയച്ചു. അതേസമയം അമൃത്സറിലെ അട്ടാറി, ഫിറോസ്പൂരിലെ ഹുസൈനിവാല, പഞ്ചാബിലെ ഫാസിൽക്കയിലെ സദ്കി എന്നിവിടങ്ങളിൽ നടക്കുന്ന റിട്രീറ്റ് ചടങ്ങിനിടെയുള്ള ആചാരപരമായ പ്രദർശനത്തിന്റെ സമയം പരിമിതപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. റിട്രീറ്റ് ചടങ്ങിനിടയിൽ പോലും ഗേറ്റ് തുറക്കില്ല. സൂര്യാസ്തമയ സമയത്ത് ഇന്ത്യൻ പതാക താഴ്ത്തിയ ശേഷമുള്ള ഹസ്തദാനവും ഒഴിവാക്കി. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമമേഖലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ് പാകിസ്ഥാൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുമുള്ള വിമാനങ്ങൾ ബദൽ വ്യോമപാതകൾ ഉപയോഗിക്കുമെന്ന് വിവിധ എയർലൈൻസുകൾ അറിയിച്ചു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി വിദേശകാര്യ മന്ത്രാലയം. മെഡിക്കൽ വിസ ഉൾപ്പെടെ റദ്ദാക്കിയെങ്കിലും പാകിസ്ഥാനിലെ ഹിന്ദു പൌരന്മാർക്ക് അനുവദിച്ചിട്ടുള്ള ദീർഘകാല വിസകൾ റദ്ദാക്കിയില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. കാശ്മീരിലെ ഭീകരാക്രമണത്തിന് ശേഷം ഉപഭൂഖണ്ഡത്തിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാകാതിരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതൊരു പ്രശ്നവും അർത്ഥവത്തായ പരസ്പര ഇടപെടലിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്ന് സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു.
ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. രാമചന്ദ്രന്റെ ഭൌതിക ശരീരം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, പി രാജീവ് തുടങ്ങിയവർ അന്ത്യാഞ്ജലികൾ അർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ജർമ്മനി, ജപ്പാൻ, പോളണ്ട്, UK, റഷ്യ തുടങ്ങി തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ അംബാസഡർമാരോട് വിശദീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഈജിപ്ഷ്യൻ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ് തുടങ്ങിയവർ സംഭവത്തിൽ അപലപിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അതേസമയം ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ പോലീസ് നീക്കം ചെയ്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ച് ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും മെഴുകുതിരി കത്തിച്ചുള്ള മാർച്ചുകളും നടത്തി. അതേസമയം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ വ്യാപാര സംഘടനകൾ ഇന്ന് വിപണികൾ പൂർണ്ണമായി അടച്ചിടാൻ ആഹ്വാനം ചെയ്തതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നടൻ ഫവാദ് ഖാൻ നായകനായ അബിർ ഗുലാൽ എന്ന ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശന അനുമതി നിഷേധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. RDS ബാഗ്ദി സംവിധാനം ചെയ്ത അബിർ ഗുലാൽ എന്ന ചിത്രം അടുത്ത മാസം 9-ന് തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വത്തിക്കാനിലെത്തും. കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ ജനതയ്ക്കും വേണ്ടി രാഷ്ട്രപതി അനുശോചനം രേഖപ്പെടുത്തും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ന് രാഷ്ട്രപതി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. DWMS പോർട്ടൽ വഴി 17,820 ഉദ്യോഗാർത്ഥികളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്ത് വിവിധ തൊഴിലുകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനമാണ് വിജ്ഞാന തൃശൂർ തൊഴിൽ പൂരമായി യാഥാർത്ഥ്യമാക്കുന്നത്. വിജ്ഞാന തൃശൂരിലൂടെ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തി അഭ്യസ്ത വിദ്യരായ എല്ലാവർക്കും തൊഴിൽ നൽകുകയാണ് സർക്കാർ. തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ വിജ്ഞാന തൃശൂർ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തമാക്കി കഴിഞ്ഞു. 132 കമ്പനികളുടെ 455 തരം ജോലികളിലായി 35,000 തൊഴിലവസരങ്ങൾ വിജ്ഞാന തൃശൂരിനായി സജ്ജമാണ്. തൊഴിൽപൂരം മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാനെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കായി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജും വിമല കോളേജും ഒരുങ്ങിക്കഴിഞ്ഞു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ബംഗളൂരുവിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 11 റൺസിനാണ് ബംഗളൂരു പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. ഇന്ന് ലോക മലമ്പനി ദിനം. മലമ്പനി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ 2027 മലമ്പനി നിവാരണം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മലമ്പനി നിവാരണം യാഥാർത്ഥ്യമാക്കാം, പുനർനിക്ഷേപം, പുനർവിചിന്തനം എന്നിവയിലൂടെ പുനരുജ്വലിപ്പിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയനാട് ജില്ലയിൽ കാട്ടാൻ ആക്രമണത്തിൽ വീണ്ടും മരണം. മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. രാത്രി 9:30-യോടെയായിരുന്നു സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 121-ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും നമോ ആപ്പിലൂടെയും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ അറിയിക്കാം. മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന കേസ് പ്രതിയായ തഹാവൂർ റാണ കുടുംബാംഗങ്ങളുമായി സംസാരിക്കണമെന്നറിയിച്ച് സമർപ്പിച്ച അപേക്ഷ ഡൽഹി കോടതി തള്ളി. പ്രത്യേക ജഡ്ജി ചന്ദ്രജിത് സിംഗാണ് അപേക്ഷ നിരസിച്ചത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 37°C വരെ ഉയരാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്രവാദത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി രാജ്യം. ഭീകരവാദത്തിനെതിരെ കേന്ദ്രം നടപടികൾ ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ സംബന്ധിച്ച് പാകിസ്ഥാന് ഔദ്യോഗിക അറിയിപ്പ് നൽകി ഇന്ത്യ. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമമേഖലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ് പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കണമെന്ന് UN. ഭീകരാക്രമണത്തിൽ മരിച്ച ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന്. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, പി രാജീവ് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വത്തിക്കാനിലെത്തും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.